ചങ്ങായിമാർ ഞാൻ നമ്മളെ കാരശ്ശേരി മാഷിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ആകെ അന്തം വിട്ടുപോയി. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് BJP കാരനാണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയപ്പോ മനസ്സിലായത് ഇത് BJP കാരനല്ല, നമ്മളെ കാരശ്ശേരി മാഷ് തന്നെയാണ് ആ കാര്യം പറഞ്ഞതെന്ന്. ഏറെക്കുറെ എല്ലാവരും കാരശ്ശേരി മാഷ് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യമുണ്ടല്ല, എല്ലാവരും കേട്ട് കാണും. അതായത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കുന്ന നിക്കാബിടില്ല, അത് ധരിക്കുന്നത് നിരോധിക്കണം എന്നാണ് നമ്മളെ കാരശ്ശേരി മാഷ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി മുതൽ മുസ്ലിം സ്ത്രീകളുണ്ടല്ല മുഖം മറച്ചുകൊണ്ട് എവിടെ യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മളെ കാരശ്ശേരി മാഷ് ആ വീഡിയോ പറയുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ കാര്യത്തിൽ പല ആൾക്കും പല അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, ഒരാൾക്കത് വിശ്വാസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് ധരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതായത് ഒരു മുസ്ലിം സ്ത്രീ അവരുടെ ഇഷ്ടപ്രകാരമാണ് നിക്കാബ് ധരിക്കുന്നെങ്കിൽ, അതായത് മുഖം മറക്കുന്നതെങ്കിൽ അവരുണ്ടല്ലോ, അവരെ തടയാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. നേരെ മറിച്ച് ആ മുസ്ലിം സ്ത്രീ ആരെങ്കിലും നിർബന്ധിച്ച്, അതായത് ഫോഴ്സ് ചെയ്തിട്ടാണ് മുഖം മറപ്പിക്കുന്നത്, അതായത് നിക്കാബ് ധരിപ്പിക്കുന്നെങ്കിലുണ്ടല്ല, അത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാതൊരു മുസ്ലിം സ്ത്രീ അവരുടെ താല്പര്യപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരമാണ് മുഖം മറക്കുന്നത്, നിക്കാബ് ധരിക്കുന്നെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിനുണ്ടല്ലോ നിയമപരമായിട്ട് റദ്ദാക്കണം, നിരോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ല, വൃത്തികെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സ് പറയാം. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അടുത്ത കാലത്തായിട്ടുണ്ടല്ല പർദ്ദക്കെതിരെയും ഹിജാബിനെതിരെയും നിക്കാബിനെതിരെയും ഉണ്ടല്ല വൃത്തികെട്ട പ്രചരണം നടന്നത് നമ്മുടെ സംഘപരിവാറുകാരാണ്. അങ്ങനെയുള്ള സംഘിക്കട്ടല്ല മുസ്ലിങ്ങളെ അടിക്കാനുള്ള ഒരു വടിയാണ് കാരശ്ശേരി മാഷ് ഉണ്ടല്ല ഇന്നലെ ചെയ്ത വീഡിയോയിലൂടെ ഉണ്ടല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ കാരശ്ശേരി മാഷ് പറഞ്ഞതിൽ ഏറ്റവും വലിയ കോമഡി എന്നറിയാം, കാരശ്ശേരി മാഷ് ഉണ്ടല്ല ഈ നിക്കാബിനെതിരാക്കാനുള്ള മെയിൻ കാരണം എന്തെങ്കിലും അറിയാം. അതായത് KSRTC ബസ്സിലെ സൗജന്യ യാത്ര ഉണ്ടല്ല, പ്രിയദർശിനി യാത്ര, ആ യാത്ര ഉണ്ടല്ല ഹിജാബും നിക്കാബും ധരിച്ചിട്ട് ഏതെങ്കിലും ഒരു പുരുഷൻ കയറി കഴിഞ്ഞാൽ അതൊരു പുരുഷനാണെന്ന് ആ കണ്ടക്ടർക്ക് മനസ്സിലാവില്ലാന്ന് നമ്മുടെ കാരശ്ശേരി മാഷ് പറയുന്നത്. അതായത് പർദ്ദയും നിക്കാബും ധരിച്ചിട്ട് പുരുഷന്മാരുണ്ടല്ല കള്ളയാത്ര, പൈസ കൊടുക്കാതെ യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ കാരശ്ശേരി മാഷ് ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. മാഷുണ്ടല്ല നിക്കാബ് നിരോധിക്കാൻ പറ്റി ഈ പറഞ്ഞ കാര്യമാണ് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്താണ് നമുക്ക് മാഷിയുടെ ആ വീഡിയോ ഉണ്ടല്ല, മാഷ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നമുക്കത് കേട്ടിട്ടുണ്ടല്ല, ബാക്കി അഭിപ്രായം പറയാം. നമ്മുടെ നാട്ടില് ഇപ്പൊ ഇങ്ങനെ പ്രചരിച്ചു വരുന്ന ഒരു സാധനമാണ് മുഖം മൂടുന്ന പർദ്ദ, നിക്കാബ് എന്ന് പറയും. നിക്കാബ് മുഖം മൂടുന്ന പർദ്ദ, ആ ചിലപ്പോ രണ്ട് കണ്ണ് മാത്രമേ പുറത്ത് കാണൂ. ഒരു സ്ത്രീയെ തീർത്ത് കരിങ്കുപ്പായത്തിൽ കുഴിച്ചു മൂടുന്ന ഒരു പണിയാണ്. അത് നിരോധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് തട്ടം തലയിടുന്നതിനെതിരായിട്ടല്ല, മക്കനിടുന്നതിനെതിരായിട്ടല്ല, ഹിജാബ് ശിരോവസ്ത്രം ധരിക്കുന്നതിനെതിരായിട്ടല്ല. അതൊക്കെ ഓരോ വിഭാഗക്കാരുടെ മതവിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ ഭാഗമാണ്. അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല, ഇടപെടാൻ പാടില്ല. മറ്റേ മുഖം മൂടുന്ന പർദ്ദയ്ക്ക് എന്താ കുഴപ്പം? അത് സ്ത്രീവിരുദ്ധമാണ്. അപ്പോ നിങ്ങൾ ചോദിക്കും, ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തൂടെ? അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യമല്ലേ? അല്ല, അതൊരു നിയമപ്രശ്നമാണ്. എന്താ കാണിച്ചാല്, എന്റെ അടുത്ത് ഒരാള് തീവണ്ടിയിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ബസ്സിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഞാൻ റോഡിൽ ഒരാളെ കാണുന്നു, ആ ആൾ ആരാന്നറിയാൻ എനിക്ക് അവകാശമുണ്ട്. ഒരാള് ഈ മുഖം മൂടുന്ന പർദ്ദയിട്ട് വന്ന ഒരു പോക്കറ്റടിക്കാരനോ കള്ളനോ കൊലപാതകയോ കൊള്ളക്കാരനോ ആണെങ്കിലോ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ മുഖം മൂടുന്ന പർദ്ദയിട്ട് ഒരു സ്ത്രീ KSRTC ബസ്സിൽ കയറി സ്ത്രീയാണെന്ന് ഭാവിച്ചാൽ കണ്ടക്ടർ പോലും ചെയ്യാൻ പറ്റും? കണ്ടക്ടർക്ക് അത് ആ നിക്കാബ് പൊക്കി നോക്കാൻ പറ്റും, ചോദിക്കാൻ പറ്റും? വലിയ പ്രശ്നമാണ്. എന്ത് വിഡിത്തമാണ് പറഞ്ഞത് കാരശ്ശേരി മാഷെ. നിങ്ങളോടുണ്ടല്ല കുറച്ച് ബഹുമാനം ബാക്കിയുണ്ട്, ആ ബഹുമാനം ഇല്ലാതാക്കല്ലേട്ടാ. ബസ്സിലെ ടിക്കറ്റിന്റെ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി പുരുഷന്മാരല്ല ഹിജാബും നിക്കാബും ധരിച്ച് ബസ് കയറുന്ന് പറഞ്ഞിട്ട് മാഷിടല്ല അപമാനിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞ കേരളത്തിലെ പുരുഷന്മാരെയാണ്. കൂടിപ്പോയ 30 രൂപയുടെ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പുരുഷന്മാർ ഇജ്ജാതി പണിയെടുക്കുന്ന പറഞ്ഞാല് മാഷ് ശരിക്കൂടില്ല, പുരുഷന്മാരെയാണ് അപമാനിക്കുന്നത്. അതുമാത്രമല്ല 30 രൂപയുടെ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പുരുഷൻ പോലുള്ള 1500 2000 രൂപയുടെ ഹിജാബും നിക്കാബും വാങ്ങി ധരിക്കുന്നില്ല പറഞ്ഞാല് മാഷ് ഇജ്ജാതി കോമഡിയാണ്. ഇജ്ജാതി വീട്ടിലെ പുരുഷന്മാർ കാണിക്കുന്ന മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷല്ല ശരിക്കും പറഞ്ഞാല് ഒരു മണ്ടനാണ്, ഒരു വലിയ മണ്ടൻ. ലോകത്തിലെ എല്ലാത്തിനെ കുറിച്ച് അറിയാതെ ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെ ചില സമയത്തുണ്ടല്ല മണ്ടന്മാരാവും, മണ്ടന്മാർ. പിന്നെ കാരശ്ശേരി മാഷ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഹിജാബ് നിക്കാബൊക്കെ ധരിച്ചു വന്നിട്ട് പോക്കറ്റ് അടിച്ചാൽ കളവ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയുന്നു? എന്റെ കാരശ്ശേരി മാഷ ഹിജാബും നിക്കാബും ധരിച്ചു വന്നിട്ട് പോക്കറ്റ് അടിച്ച, കളവ് നടത്തിയ, മാല തട്ടിപ്പറിച്ച എത്ര ആൾക്കാരുണ്ട്? ഒരാളെ മാഷക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മാഷെ കളവ് നടത്താൻ കള്ളന്മാർക്കടല്ല വസ്ത്രം ഒരു വിഷയമല്ല മാഷിടല്ല. മാഷ് പറഞ്ഞാൽ വിഡിത്തുണ്ടല്ലോ, അത് സത്യമാണ്, അത് ശരിയാണ് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഇജ്ജാതി വിഡിത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ മാഷ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, എന്റെ അടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ അത് ആരാണെന്ന് അറിയാൻ എനിക്ക് അവകാശം ഉണ്ടെന്ന്. മാഷ ഈ അടുത്ത കാലത്തായിട്ടുണ്ടല്ല ബസ്സിലായാലും ശരി ട്രെയിനിലായാലും ശരി ഒരുപാട് ആൾക്കാരുണ്ടല്ല മാസ്കും എല്ലാം കണ്ടില്ല മൂക്കിന് ടവലും കെട്ടിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഒന്നും വേണ്ട, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പലരും മാസ്ക് ധരിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ തന്നെയുണ്ടല്ല മാസ്ക് ധരിക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല. അതിന്റെ മെയിൻ കാരണം ഉണ്ടല്ല, ട്രെയിനിന്റെ ടോയ്ലറ്റിൽ നിന്ന് ഒരു സുഗന്ധത്തിന്റെ ലാവിങ് പ്രവഹിക്കും. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മാസ്കോ ടവലോ മൂക്കിൽ കെട്ടുന്നത്. അങ്ങനെ മുഖത്ത് ടവലോ മാസ്കോ ധരിച്ചിട്ട് ഞാൻ ട്രെയിനിൽ ഇത്രയും കാലം യാത്ര ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടല്ല നിന്റെ മുഖം എനക്ക് ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് എന്റെ മാസ്കോ ടവലോ മാറ്റാൻ വേണ്ടിട്ട് ഇതുവരെ ആരോട് പറഞ്ഞില്ല. ഇനി ആരെങ്കിലും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, പോയി പണി നോക്കടാന്ന്
ഞാൻ അവരോട് പറയാം. കാരണം ഈ നാട്ടിൽ എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എന്നൊക്കെ ഞാനിടല്ല, എന്റെ സ്വാതന്ത്ര്യമാണ്, അത് ഞാൻ തീരുമാനിക്കും മാഷെ. അതിൽ കൈകടത്താൻ വേണ്ടിട്ട് ആര് വന്നാലും, ഇനിയിപ്പോ കാരശ്ശേരി മാഷ് വന്നാലും ഞാൻ പറയും മാഷെ ഓട് കണ്ടം വഴിയുന്നു. മറ്റുള്ള ആൾക്കാർ മാസ്ക് ധരിച്ചാലും ടവൽ കൊണ്ട് മുഖം മറച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ മുസ്ലിം സ്ത്രീകൾ നിക്കാബ് കൊണ്ട് മുഖം മറച്ചാൽ മാത്രമല്ല, മാഷെ പോലത്തെയും കുറെ സംഘികളെ പോലത്തെ ടീമുണ്ടല്ല, വല്ലാതെ കുരുവട്ടും. അതുകൊണ്ട് കാരശ്ശേരി മാഷുണ്ടല്ല സംഘികളെ പോലെ ആകരുത്, അതായത് സംഘിയുടെ നാവാവരുത് കാരശ്ശേരി മാഷ. നിങ്ങൾ ഒന്നും വേണ്ട, കാരശ്ശേരി മാഷയുടെ ഈ വീടിന്റെ അടിയിലുണ്ടല്ല സംഘികൾ പോയിട്ട് മാഷയുടെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരൊന്നര കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിക്കാബിനെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഹിജാബിനെയും മുസ്ലിങ്ങളെ അടക്കമുണ്ടല്ല പൂരത്തെറിയാണ് സംഘികള് മാഷ ഈ വീടിന്റെ താലി അങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ അടുത്ത കാലത്തായിട്ടുള്ള നിഷ്പക്ഷരെന്നും നിരീക്ഷകരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ല, അവർക്കുണ്ടല്ല ഈ ചാണകക്കുണ്ടിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് കാരശ്ശേരി മാഷ്ക്കുണ്ടല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചാണകത്തിൽ വീഴാണ് താല്പര്യമെങ്കിൽ നേരെ അങ്ങ് വീണോ. അതിനുണ്ടല്ല ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇനി നോക്കിക്കോ, കാരശ്ശേരി മാഷിന്റെ ഈ വീടുണ്ടല്ല, ഈ വീടെ കുത്തിപ്പൊക്കി കൊണ്ട് നടക്കുന്നത് നമ്മളെ നാട്ടിലെ ചാണക സംഘങ്ങളായിരിക്കും. എന്നിട്ട് ചാണക സംഘങ്ങളുണ്ടല്ല അതിന്റെ പേരിൽ മുസ്ലിങ്ങളെ നെഞ്ചത്ത് എന്തൊക്കെ പൊങ്കാല ഇടാൻ പറ്റുമോ ആ പൊങ്കാലൊക്കെ ഇടും. അതുകൊണ്ട് കാരശ്ശേരി മാഷോട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ, മാഷുണ്ടല്ല മുസ്ലിങ്ങളെ അടിക്കാൻ വേണ്ടി സംഘപരിവാറിന് നല്ലൊരു വടിയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ഈ കാരശ്ശേരി മാഷിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ കുറച്ചു കാലം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കാരശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസം കേരളത്തിനുണ്ടല്ല ഈ കമ്മ്യൂണിസം ഇല്ലാതാകണം, തുടച്ചു നീക്കണം എന്നൊക്കെ കാരശ്ശേരി മാഷ് ഉണ്ടല്ല തള്ളി വിടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കാരശ്ശേരി മാഷോടുള്ള എല്ലാ ബഹുമാനം വെച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാകണം എന്ന് പറഞ്ഞവനും കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് പറഞ്ഞവനുണ്ടല്ല ഈ രണ്ടാൾക്കാരുണ്ടല്ല സംഘപരിവാറുകാരനാണ്. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായാലും കോൺഗ്രസ് ഇല്ലാതായാലും അവിടെ ആ വിടവിൽ കയറി വരുന്ന ആരാണെന്നറിയോ? അതുകൊണ്ടല്ല വർഗീയ വിഷമായ സംഘപരിവാറുകാരായിരിക്കും എല്ലാവർക്കും അറിയാം മാഷേ. അതുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാകണം എന്ന് പറഞ്ഞാലും കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് പറഞ്ഞോണ്ടല്ല രണ്ടാളുണ്ടല്ല BJP അനുഭവമായിട്ടേ എനിക്ക് കാണാൻ പറ്റൂ. അപ്പോഴെന്താണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കുണ്ടല്ല എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.